ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. നമ്മൾ പേപ്പർ കൊണ്ട് കുഞ്ഞ് ബട്ടർഫ്ലൈസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കളർ പേപ്പർ വേണം, പിന്നെ സിസേഴ്സ് വേണം, പിന്നെ നമുക്കൊരു അടയാളപ്പെടുത്താനൊരു പെൻസിലോ പേനോ എന്തെങ്കിലും ഒന്ന് വേണം. പിന്നെ നമുക്ക് ഗമ്മ് വേണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെയുള്ള സ്ക്വയർ പീസുകളാണ്. ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ക്വയർ പീസ് വലിപ്പം ചെറുപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. വലിയ ബട്ടർഫ്ലൈ വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്ക്വയർ പീസ് എടുക്കണം. കുഞ്ഞി ബട്ടർഫ്ലൈ വേണമെങ്കിൽ ഈ സ്ക്വയർ പീസ് ഒന്നും കൂടെ ചെറുതാക്കണം. അപ്പോൾ സ്ക്വയർ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒരു പേപ്പറാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ സ്ക്വയർ പീസ് കിട്ടും. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഇതേപോലെ ഒന്ന് മടക്കണം. എല്ലാവരും വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ സ്ക്വയർ പീസ് ചിലപ്പോൾ ഒരു വലിപ്പം ചെറുപ്പമൊക്കെ അങ്ങനെ തോന്നും. അപ്പം നമുക്കതൊന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ മടക്കാം. നന്നായി നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് മടക്കാം. കണ്ടില്ലേ, അങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ മടക്കി. ഇനി നമുക്ക് ഇങ്ങനെ പിടിക്കണം. ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടില്ലേ, ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് മടക്കാം. ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ മടക്കി വെക്കണം. അപ്പോൾ ഇതിങ്ങനെ നിൽക്കില്ല ചിലപ്പോൾ. അപ്പോൾ നമുക്കതൊരു ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പൂമ്പാറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഈസി അല്ലേ ഇത് ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ സ്ക്വയർ പീസ് എടുക്കുക. കണ്ടില്ലേ? നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിതാ കുറേ ബട്ടർഫ്ലൈസ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഈ ഈസി ബട്ടർഫ്ലൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ പേപ്പർ ബട്ടർഫ്ലൈസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു നല്ലൊരു വോൾ ഡെക്കർ ചെയ്യണം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.